നമസ്കാരം. വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കൊച്ചി സ്വദേശി ഷാജിയാണ് പിടിയിലായത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ട്രാക്കിൽ തള്ളിയതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേസിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചതോടെയാണ് പ്രതിയെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണുകളുമാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത്. കോട്ടയം സ്വദേശിനിയായ സുധാ ബേബിയാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും തമ്മിൽ പരിചയമുള്ളവരാണെന്നാണ് സൂചന. തർക്കത്തെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന. അതേസമയം യുവതി കൊല്ലപ്പെട്ടതോടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആത്മഹത്യയാണെന്ന് വരുത്താനായിട്ടാണ് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം തള്ളിയത്. എന്നാൽ ഈ ട്രാക്ക് ട്രെയിൻ ഗതാഗതത്തിന് ഉപയോഗിക്കാത്തതോടെ ഷാജിയുടെ കണക്കൂട്ടൽ തെറ്റി. മൃതദേഹം കണ്ടെത്തിയ ശേഷം മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. ഇതിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളായിരുന്നു. യുവതി കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള CCTV ദൃശ്യങ്ങളിലൂടെയാണ് മരിച്ച സ്ത്രീയെയും പ്രതിയെയും തിരിച്ചറിഞ്ഞത്. ഇന്നലെ രാത്രി 11:30 വൈറ്റ്ല റെയിൽവേ ട്രാക്കിന് സമീപം സുധാ ബേബി ഒരാൾക്കൊപ്പം കാറിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇവിടെ നിന്നും പാലത്തിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പാലത്തിനടിയിൽ വെച്ച് എന്തോ വാക്കുതർക്കത്തിന്റെ പേരിൽ കൊലപാതകം നടന്നുവെന്നാണ് സൂചനകൾ. വാഹന നമ്പർ അടക്കം പോലീസ് ഐഡന്റിഫൈ ചെയ്തുവെന്നാണ് വിവരം. യുവതിക്കൊപ്പമുള്ള ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതി തിരികെ കാറിൽ കയറുന്ന ദൃശ്യങ്ങളിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് പോലീസ് സ്ഥലത്തെത്തുന്നതും സമീപത്തുള്ള ഹോസ്റ്റലിൽ നിന്ന് തുണി വാങ്ങി സ്ത്രീയുടെ മൃതദേഹം മറച്ചതും. തലയ്ക്കും മുഖത്തിനും പരിക്കുകളുണ്ടായിരുന്നു. കൂടാതെ യുവതിയുടെ ശരീരത്തിൽ നഗരത്തിലെ വസ്ത്ര സ്ഥാപനത്തിലെ സ്റ്റിക്കറുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. യുവതി നഗരത്തിലെ താമസക്കാരിയാണോ അതോ കോട്ടയത്ത് നിന്ന് വന്ന് കൊച്ചിയിൽ താമസിക്കുന്നതാണോ എന്നതുൾപ്പെടെ പരിശോധിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്തത്. പുലർച്ചെ 4 മണിയോടെയാണ് സ്ഥലത്ത് പോലീസ് എത്തിയത്. ഉടൻ തന്നെ സമീപത്തുള്ള ഹോസ്റ്റലിലെത്തി വാർഡനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. സ്ത്രീയുടെ മൃതദേഹമാണെന്നും മൂടാൻ തുണി വേണമെന്നും പോലീസ് ആവശ്യപ്പെട്ടതായി വാർഡൻ പറയുന്നു. സമീപവാസിയായ സ്ത്രീയല്ലെന്ന് നാട്ടുകാരും വ്യക്തമാക്കുന്നു. ട്രാക്കിന് മുകളിൽ കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ട്രെയിൻ വന്നു കയറിയാൽ ഒരു സാധാരണ രീതിയിൽ അപകടമെന്ന രീതിയിലേക്ക് ഇത് ചുരുങ്ങുമെന്ന് കരുതിയ സംഭവമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. മൃതദേഹത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തിയ ഫോണിലെ സിം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ കോട്ടയം സ്വദേശിനിയായ സുധാ ബേബിയുടേതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. ഇതിൽ നിന്നാണ് നിർണായകമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. രാവിലെ യുവതിയുടെ മൃതദേഹം ട്രാക്കിനടുത്ത് കിടക്കുന്നതായി കണ്ടെന്ന് ലോക്കോ പൈലറ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ട്രെയിനിൽ നിന്ന് വീണുള്ള മരണമല്ലെന്ന നിഗമനത്തിൽ എത്തിയത്. സ്ത്രീയുടെ മുഖത്തും ശരീരത്തിലും മുറിവുകളും പാടുകളുമുണ്ട്. മൃതദേഹത്തിന് തൊട്ടടുത്ത് നിന്ന് കണ്ടെത്തിയ ഫോണും ഇതിൽ ഏറെ നിർണായകമായി മാറി. ഇതിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടി. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ മേഖല കൂടിയാണ് ഈ പ്രദേശമെന്നും നാട്ടുകാർ പറയുന്നു.